ജഗപരനെ വണങ്ങുവാൻ പറഞ്ഞു. പൊരിമണലിൽ പരിമളമായി കരളുകളിൽ പൊരുളുകളായി ഒരുപരനെ ജഗപരനെ വണങ്ങുവാൻ പറഞ്ഞു. ഒരുമയുടെ പെരുമകളെ അരുളിടുവാൻ നബി അണഞ്ഞു. ഒരുമയുടെ പെരുമകളെ അരുളിടുവാൻ നബി അണഞ്ഞു. ആരാണീ സൗഭാഗ്യരിസാല ആരംഭപ്പൂ മുത്തുറസൂല. ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല. മലമുകളിൽ ഒരു ഗുഹയിൽ മനമുരുകി ദുആയിരുന്നു. തിരുവഹൈ പൊരുൾവഹൈ ഇലാഹെന്ന് കനിഞ്ഞു. മലമുകളിൽ ഒരു ഗുഹയിൽ മനമുരുകി ദുആയിരുന്നു. തിരുവഹൈ പൊരുൾവഹൈ ഇലാഹെന്ന് കനിഞ്ഞു. തെളിവദനം ഒളിതിളങ്ങി അകമലരിൽ കുളിരണിഞ്ഞു. തെളിവദനം ഒളിതിളങ്ങി അകമലരിൽ കുളിരണിഞ്ഞു. നേരാണി കാരുണ്യരിസാല നാഥന്റെ ഹുബ്ബേറ്റ റസൂല. ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല. മശരിഖിലും മഗ്രിബിലും മഹിതമൊഴി പരന്നിടുന്നു. കറുകറുത്ത മനസ്സുകളിൽ വെളിച്ചവും നിറഞ്ഞു. മശരിഖിലും മഗ്രിബിലും മഹിതമൊഴി പരന്നിടുന്നു. കറുകറുത്ത മനസ്സുകളിൽ വെളിച്ചവും നിറഞ്ഞു. കെളിമകളാൽ ഉലകമെങ്ങും പുതുപുലരി ഉദിച്ചു നിന്നു. കെളിമകളാൽ ഉലകമെങ്ങും പുതുപുലരി ഉദിച്ചു നിന്നു. പാരാകെ ശോഭിതരിസാല പാലൊളി തൂകിയ റസൂല. ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല. ഇമ്പപ്പൂ റിസാല റിസാല ദീൻ റിസാല. ആരംഭ റസൂല റസൂലേ യാ റസൂലേ. ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല. ഖുദ്റത്തെന്ന സിഫത്തിനുടയോനേ കനിവേകും തമ്പുരാനെ കനിവേകും തമ്പുരാനെ. ഉൻ എന്ന വാക്കിനാൽ ഇക്കാണും ഗോളങ്ങൾ എല്ലാം പടച്ചവനെ എല്ലാം പടച്ചവനെ. ഖുദ്റത്തെന്ന സിഫത്തിനുടയോനേ കനിവേകും തമ്പുരാനെ കനിവേകും തമ്പുരാനെ. ഉൻ എന്ന വാക്കിനാൽ ഇക്കാണും ഗോളങ്ങൾ എല്ലാം പടച്ചവനെ എല്ലാം പടച്ചവനെ.
പ്രാണിക്ക് പച്ചില അന്നമായി നൽകിയ റഹ്മാനെ, പൈതല മീസയ തൊട്ടിലിൽ നിന്നും ഭാഷണം ചെയ്യിച്ച സുബ്ഹാനേ. പാറയ്ക്കകത്തുള്ള പ്രാണിക്ക് പച്ചില അന്നമായി നൽകിയ റഹ്മാനെ, പൈതല മീസയ തൊട്ടിലിൽ നിന്നും ഭാഷണം ചെയ്യിച്ച സുബ്ഹാനേ. പരലോകം ഇഹലോകം ഭാഗങ്ങളാക്കി, പാപവും പുണ്യവും കർമ്മങ്ങളാക്കി, പടപ്പുകൾ കേകിയ മന്നാനേ, പടപ്പുകൾ കേകിയ മന്നാനേ. കുതിരത്തെന്ന സിഫത്തിനുടയോനേ, കനിവേകും തമ്പുരാനെ, കനിവേകും തമ്പുരാനെ. കുൻ എന്ന വാക്കിനാൽ ഇക്കാണും ഗോളങ്ങൾ എല്ലാം പടച്ചവനെ, എല്ലാം പടച്ചവനെ. കടലിൽ മീനിൻ വയറ്റിൽ യൂനുസിന് അഭയം കൊടുത്തോനെ, അൽ കഹ്ഫ് തന്നിലെ വിശ്വാസികൾക്കേറെ വർഷങ്ങൾ നിദ്ര കനിഞ്ഞോനെ. ആഴക്കടലിൽ മീനിൻ വയറ്റിൽ യൂനുസിന് അഭയം കൊടുത്തോനെ, അൽ കഹ്ഫ് തന്നിലെ വിശ്വാസികൾക്കേറെ വർഷങ്ങൾ നിദ്ര കനിഞ്ഞോനെ. സ്വർഗവും നരകവും ഇരുവീടൊരുക്കി, സൗഖ്യവും ദുഃഖവും വേർതിരിവാക്കി, സൃഷ്ടിയിലൊരുക്കിയ ഹന്നാനേ, സൃഷ്ടിയിലൊരുക്കിയ ഹന്നാനേ. കുതിരത്തെന്ന സിഫത്തിനുടയോനേ, കനിവേകും തമ്പുരാനെ, കനിവേകും തമ്പുരാനെ. കുൻ എന്ന വാക്കിനാൽ ഇക്കാണും ഗോളങ്ങൾ എല്ലാം പടച്ചവനെ, എല്ലാം പടച്ചവനെ. Kewajipan antara suami isteri. Pihak suami diserahkan ke tangannya untuk mengawal segala penghidupan anak-anak, sementara isteri diserahkan ke tangannya untuk mentadbirkan rumah tangga, mengasuh mendidik anak-anak. Jaga kepada Nabi Sayyidun, pada jelas saja ahli hormat Sayyidun Al-Jihad. Artinya, seorang manusia menjadi ketua, suami ketua pengawal kepada isterinya, maka isteri menjadi ketua pengawal rumah tangga. Aku qauli hadza wa astaghfirullah azim li wa lakum wa lisa'iril muslimin wal muslimat wal mu'minin wal mu'minat al ahya'i minhum wal amwat fastaghfiruhu innahu huwal ghafurur rahim. Kembali ke apa kadir ya. Saya harap itulah kita berdua Quran, kita mendengarnya dan sudah berfaham. Dan harapan saya dapatlah nanti tuan-tuan beramalkan lagi dalam masa merayakan. Dan baik itu saya juga pada ketika ini saya akan mengucapkan bersama untuk berikan sedikit nasihat setiap sambil pengantin bila nak akad nikah dilakukan. Jadi apa juga yang akan saya katakan sebentar lagi, anggaplah sebagai satu nasihat. Mudah-mudahan ada gunanya pada tuan-tuan berkenaan bila masa-masa ini perlukan yang kita mengenai. Mengikut keadaan alam, sampai masa dan ketika cukup syarat dan rukunnya, semua makhluk mungkin Allah akan melupai perkahwinan. Bagi makhluk-makhluk yang lain, mereka melupai perkahwinan ini dengan peraturan-peraturan alam di sini. Bagi makhluk-makhluk manusia yang lain, mereka melupai perkahwinan ini dengan peraturan-peraturan yang telah ditentukan oleh undang-undang negeri dan masyarakat Mesir. Bagi kita orang Islam pun demikian juga, kita punya peraturan-peraturan yang telah ditentukan oleh undang-undang Islam, undang-undang adat dan undang-undang Islam. Setiap calon pengantin macam tuan-tuan ni terpaksa nak dan memenuhi setiap kehendak-kehendak yang ditentukan oleh undang-undang tersebut satu demi satu dan berakhir dengan akad nikah. Bila sudah disahkan oleh satu nikah nanti, dengan sendirinya tuan-tuan berkenaan sudah pun terpisah oleh undang-undang Islam, undang-undang adat kita dan undang-undang Islam.
Ini daripada satu berpikullah segala tanggungjawab pada tuan-tuan ibu yang berkenaan, yang laki-laki menjadi suami, yang perempuan menjadi isteri. Saya harap tuan-tuan ibu yang berkenaan sudah pun bersedia ke Allah yang demikian. Didoakan mudah-mudahan tuan-tuan akan berjaya dalam insya-Allah. Rumah tangga ini tidak selamanya apa yang kita ceritakan ataupun apa yang kita bincangkan. Jadi hal rumah tangga ini pun begitu juga. Ada masanya aman, bahagia semuanya masuk. Dan ada kali juga kadang-kadang kita dalam keadaan bersisih faham dan kita yang tak pernah. So, ini yang paling penting pada kita semua satu sekali dalam ajaran agama ini, kita mesti dah mengkaji diri kita sendiri di mana salah dan silapnya. Kalau timbul masalah, ya, kemudian cuba kita betulkan, barulah boleh kita bersalahkan pula sebelah pihak yang lain dan kita betulkan tentang mana yang tak betul tu. Kemudian barulah boleh dilakukan dan diamankan. Jadi kalau perkara ini tak juga memuaskan hati, bolehlah tuan-tuan berdua menghadapkan perkara yang timbulkan masalah itu kepada orang tua-tua tuan-tuan, supaya dengan pengalaman dan pengetahuan agama dia bolehlah membetulkan tuan-tuan balik dan berdamaikan tuan-tuan balik. Dan kalau perkara begini tak juga dapat memuaskan hati tuan-tuan, siapa yang tak parti bolehlah beraduan kepada orang macam saya atau pada pihak kali daerah di mana-mana juga tuan-tuan beraduan nanti. Boleh faham? Saya dah kali bentung sana ya, untuk menyelesaikan masalah ini. Baik. Tapi syukurlah saya ingatkan, bila aduan-aduan kepada orang macam kami anggap aduan resmi. Jadi kami akan menggunakan kebiasaan. Siapa yang bersalah akan dikenakan hukuman setimpal dengan undang yang diperbekalkan kepada kami. Itu saya suka ingatkan. Kalau timbul masalah jangan cepat jumpa kami, orang macam kami ni. Cuba tuan-tuan selesaikan dulu. Pasal apa? Tak ada perkara yang tak boleh kita selesaikan. Tak, melainkan kita bersilang menghadapinya dengan penuh tabah, dengan penuh kesabaran, dengan berpandukan kepada kebenaran. InsyaAllah semua perkara akan dapat diselesaikan. Selain daripada itu, tanggungjawab nafkah, ya, memang tergantung pada kita sebagai suami, sama ada dalam keadaan yang lapang ataupun dalam keadaan kesulitan, ya. Itu kita mestilah tanggungjawab tentang ini. Selain daripada itu, orang muda-muda suka kadang-kadang menjadi orang Melayu tak faham dengan tapi kalau orang Melayu kadang-kadang suka buat main cakap. Kadang-kadang tengah makan, kena lain. Kena risau dia cakap, dah keluar dari garisan. Dia sudah dapat itu, kita orang terpaksa